ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു വെളുത്തുള്ളി അച്ചാറാണ്. അതിനായിട്ട് ഞാൻ 1/2 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒരു ഒരു മുളക് 3 പീസായിട്ടൊക്കെ കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഉണക്കമുളക്, കാശ്മീരി മുളക് കട്ട് ചെയ്തതാണ്. ഞാനൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിടാം. ചൂടായതിന് ശേഷം കടുകിടാം. നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ കോരിയെടുക്കണം. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറെല്ലാം തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മീതയിൽ ഒഴിക്കാനായിട്ടാണ്. തണുത്തതിന് ശേഷമാണ് നമ്മൾ അച്ചാറിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതൊന്ന് ശരിക്കങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. മുളകൊക്കെ നല്ല പച്ച മണമെല്ലാം അങ്ങ് മാറി അത് കഴിഞ്ഞാലുടനെ ഇനി കറിവേപ്പില, ഇത് കഴിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കാശ്മീരി മുളകിടാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മളെ മുളക് എല്ലാം നല്ല പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഹാഫ് വേവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയും ഒരുപാട് വേവണ്ട, ഒരു ഹാഫ് വേവ് മതിയാവും. കാരണം നമ്മൾ ഒരു 2-3 ദിവസം ഇതെല്ലാം സെറ്റായതിന് ശേഷമേ നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് വെളുത്തുള്ളിയൊക്കെ നല്ല പരുവാവും. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചൂട വെളുത്തുള്ളി. ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ സിമ്മിലിട്ട് വേണം ഇനി നമുക്ക് ഇത് വഴറ്റേണ്ടത്. ഇനി മുളക് പൊടി ഇടാം. ശരിക്കും നല്ല മുളക് പൊടിയുടെ നല്ല മണം എല്ലാം അങ്ങ് മാറി, പച്ച ചൊവ്വയെല്ലാം മാറിയതിന് ശേഷം നമുക്ക് വിനീഗർ ഒഴിക്കാം. ഇനി വിനീഗർ ഒഴിക്കാം. അതുകൊണ്ട് 1 കപ്പ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉലുവാപ്പൊടി ഇടാം.
ഒരു 2.5 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് കായപ്പൊടി ഇടാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇപ്പോൾ ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് ബോട്ടിലുകളിലേക്ക് ആക്കാം. നമ്മൾ വെളുത്തുള്ളി അച്ചാർ നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന എണ്ണ, നല്ലെണ്ണ തിളച്ചത് തണുപ്പിച്ചതാണ് ഇതിലോട്ട് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വയറിനെല്ലാം വളരെ നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇഞ്ചി ഒക്കെ ആവശ്യം പോലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.